അതെ, ഇത് അയാളുടെ യുഗമാണ്. എതിരെ പെയ്യുന്ന പേമാരികളെ വരെ വിധിയെ വിറപ്പിച്ചുകൊണ്ട് സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുത്തവന്റെ കഥ. കാരണം അവനൊരു അത്ഭുതത്തിന്റെ പിറവിയാണ്. തന്റെ 11ാം വയസ്സിൽ ഇനി അവന് വളരാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതുമ്പോൾ ആ പിഞ്ചു മനസ്സിൽ മന്ത്രിച്ചത് കാൽപന്ത് കളിയുടെ ആത്മാവായിരുന്നു. ആ കാൽപന്ത് കളിയുടെ വീര്യമുറങ്ങുന്ന ക്യാമ്പ് നൗ സ്റ്റേഡിയത്തിൽ വെച്ച് സാക്ഷാൽ റൊണാൾഡീനോയിൽ നിന്നും അസിസ്റ്റ് വാങ്ങിക്കൊണ്ട് ഗോൾ നേടുമ്പോൾ അയാളുടെ പ്രായം വെറും 17 വയസ്സ്. 2012 കലണ്ടർ വർഷത്തിൽ ഒരു റൈറ്റ് വിംഗ് ഫോർവേഡ് ആയിട്ട് പോലും അയാൾ നേടിയത് 69 കളികളിൽ നിന്നും 91 ഗോളായിരുന്നു. ഇന്ന് കളിക്കുന്ന ഏതൊരു സ്ട്രൈക്കറുടെയും വെറും സ്വപ്നങ്ങളാണ് അയാളുടെ പല റെക്കോർഡുകളും. ആൻഫീൽഡിന്റെ വിർജിൽ വാൻഡിക് മുതൽ മാഡ്രിഡിന്റെ സെർജിയോ റാമോസ് വരെ അയാളുടെ പാദങ്ങളെ ഭയന്നതുപോലെ മറ്റാരും ഭയന്നിരുന്നില്ല. 15 ചാമ്പ്യൻസ് ലീഗ് കിരീടവുമായി ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുന്ന റിയൽ മാഡ്രിഡിനെ വരെ അയാൾ മുൾമുനയിൽ നിർത്തിയത് ഇന്നും ബാഴ്സ ആരാധകർക്ക് മറക്കാനാവില്ല. ആ മനുഷ്യന്റെ വിടവ് നികത്താൻ ഇനി ഒരു 100 യമാൽ വന്നാലും മതിയാവുകയുമില്ല. രാജ്യത്തിനായി 4 തവണ ഫൈനൽ കളിച്ചിട്ടും ഒന്നും നേടാനാവാതെ തല താഴ്ത്തിയപ്പോൾ വിധി എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചപ്പോൾ ആ വിധി തന്നെ മാറ്റി എഴുതിക്കൊണ്ട് 2021 കോപ്പ അമേരിക്കയും 2022 വിമർശനങ്ങളെയും പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വേൾഡ് കപ്പ് എന്ന പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അർജന്റീനൻ ജനതയുടെ വിശ്വാസമായിരുന്നു അയാളിൽ അന്ന് വ്യക്തമായത്. ഇന്ന് അയാൾ മികച്ചവനാണ്. 8 ബാലൻഡിയോറുകൾ സ്വന്തമാക്കിയ ബാർസലോണയുടെ പ്രിയപുത്രൻ. അർജന്റീനൻ ജനതയുടെ വിശ്വാസം. അതെ, ലിയോണൽ ആൻഡ്രസ് മെസ്സി.